സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ണം കുറച്ചപ്പോൾ എനിക്കിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇടാം. അതായത് എക്സൽ XXL ഉപയോഗിച്ച് ഞാൻ മീഡിയം എന്നുള്ള ലെവലിൽ വന്നു, പിന്നെ സ്മോൾ എന്നുള്ള ലെവലിൽ വന്നു. അന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം നമ്മുടെ ഡയറ്റിൽ എല്ലാവരും നമ്മളിപ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും സംശയങ്ങളാ. അല്ലെ ദേ പുള്ളിക്കാരി എന്താ പറയുന്നത്, എൻ്റെ വീഡിയോസ് ആദ്യം പോലെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് തനിയെ തന്നെ പറയട്ടെ അല്ലേ എന്തൊക്കെയാണ്? എൻ്റെ പേര് സരിത. ഞാനിപ്പം മെയ് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് നിങ്ങളുടെ പ്രോഗ്രാം നമ്മൾ ഫേസ്ബുക്കിൽ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് ഒട്ടും ഇതും വിശ്വാസം ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എല്ലാം മായം കളിപ്പീരുവാണ് ഉള്ളത്. അപ്പം ഇത് സത്യം ഏതാ മിഥ്യ ഏതാ നമുക്കറിയത്തില്ല. അപ്പം ഇതൊക്കെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് പവിത്രത്വം നമുക്കറിയാം. എൻ്റെ മോൾ ഒരു നേഴ്സാണ്. അപ്പം മോള് പറഞ്ഞ അമ്മ ഇതുപോലത്തെ ആവശ്യത്തെ പരിപാടിക്കൊന്നും ചാടിക്കറി പോവല്ല, അവസാനം അമ്മ കിടന്ന് അനുഭവിക്കേണ്ടി വരും. നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ കാണുന്നതാണ് പലതും കഴിച്ച് ഇങ്ങനെ വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് ഒന്നും ചെയ്യല്ലെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. പക്ഷേ ഞാൻ തസ്നയെ വിളിച്ച് ആദ്യം ഒന്ന് ചോദിച്ചു, രണ്ടാമതും ചോദിച്ചു. എന്നിട്ട് ഞാൻ അനങ്ങിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പ്രഷറൊക്കെ ഉണ്ട്, എനിക്ക് മോളെ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ധൈര്യമായിട്ട് കഴിച്ചോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വിശ്വാസമില്ല. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ സ്വന്തം റിസ്കിൽ എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ല. എല്ലാവരും പറഞ്ഞു നീ വരുന്നിടത്ത് വെച്ച് അതിന് പോയിച്ചോണം, ഞങ്ങളാരും ഒന്നിനും വരില്ലെന്നും പറഞ്ഞ് നിൻ്റെ പൈസ കൊണ്ട് നീ മേടിച്ചോണം എന്നും പറഞ്ഞു. ഞങ്ങൾ തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ ഉപയോഗിച്ചു. എനിക്ക് തുടക്കം പ്രഷർ ഉണ്ടായിരുന്നു, അറിയില്ലായിരുന്നു. നല്ല വണ്ണമായിരുന്നു, 75 കിലോ 76 കിലോ ഉണ്ടായിരുന്നു, നല്ല സൈസായിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല, കാരണം വെയിറ്റ് കുറയ്ക്കണം. ഞാൻ ജിമ്മിലൊക്കെ പോകുമായിരുന്നു, വെയിറ്റ് കുറയത്തില്ല, ഒന്ന് മുഖം അങ്ങ് ചൊട്ടും, ഷേപ്പ് ഒന്നും വരില്ല, ക്ഷീണിക്കാം. കാണുന്നവരവർക്കും മുഖം മുഴുവൻ ക്ഷീണിച്ചിരിക്കും, ദേഹം നല്ലതായിട്ട്. എല്ലാവരും ഡയറ്റ് കേൾക്കുമ്പോഴത്തേക്കാണ് നാളെ പോലെ ജിമ്മിൽ പോകാം, അല്ലെ നാളെ പോലെ ഷുഗർ കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും. പക്ഷെ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പോയാലേ നമുക്കൊരു വെയിറ്റ് ലോസും ഫാറ്റ് ലോസും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എന്തായാലും വരുന്നിടത്ത് വെച്ച് നിങ്ങളുടെ ഇത് കഴിക്കാൻ തുടങ്ങി. കഴിച്ച് തസ്നി പറഞ്ഞ പോലെ ഞാൻ എല്ലാ ആഹാരവും കഴിച്ചിട്ടാണ് ഞാൻ ഡയറ്റ് എടുക്കാൻ തുടങ്ങിയത്. അതായത് രാവിലെയും വൈകിട്ട് നിങ്ങളുടെ ഫുഡ് കഴിക്കുമായിരുന്നു, പക്ഷേങ്കിൽ ഉച്ചയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിക്കുമായിരുന്നു. ഞാൻ പുറത്ത് പോകുമ്പം ഇഷ്ടമുള്ള എല്ലാം കഴിക്കുമായിരുന്നു. പക്ഷേ ഞാൻ പഞ്ചസാര അവോയ്ഡ് ചെയ്തു, മധുരം ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തു. അങ്ങനെ 1 മന്ത് ആയപ്പോൾ തന്നെ എനിക്ക് എന്താണ്ട് 2 കിലോ 2.5 കിലോയുടെ വെയിറ്റ് കുറഞ്ഞു. അങ്ങനെ 2-3 മാസമായപ്പോൾ ഞാൻ ഇത് നോക്കാതായി, കാരണം മിഷൻ നോക്കാതായി, വരുന്നിടത്ത് വെച്ച് കാണും. പക്ഷേ എനിക്ക് ഭയങ്കര എന്നെ കാണുന്നവരൊക്കെ ചോദിക്കും, എൻ്റെ അമ്മ തന്നെ ചോദിക്കും നീ എന്തുവാടി ഇങ്ങനെ ചെയ്യണം, ഷുഗർ ഉണ്ടോ, നീ അങ്ങ് എല്ല് പോലായാലോ. ചിലർ നെഗറ്റീവ് പറയും, ഇത് കൊള്ളില്ല, പന്നെയാ, കാണാൻ കൊള്ളത്തില്ല, നേരത്തെ വണ്ണമായിരുന്നു നല്ലതെന്ന്. ചിലർ പറയും നന്നായി വണ്ണം കുറച്ച്. പക്ഷേ എനിക്ക് എല്ലാവരും എന്നെ നെഗറ്റീവ് പറയുന്നവരുണ്ട്, പോസിറ്റീവ് പറയുന്നുണ്ട്. കൂടുതൽ പറയുന്നത് നെഗറ്റീവാണ്. കാരണം വണ്ണം വെച്ചിരുന്നപ്പോൾ ചോദിക്കും നീ ചോറുണ്ട് ഇത്രയും, നീ ഇവിടെയുള്ള ചോറും കൂടെ ഉണ്ട്, നീ ഇത്രയും വണ്ണമായിരുന്നു. ക്ഷീണിച്ചപ്പം പറഞ്ഞു നീ തീറ്റയാ, ക്ഷീണിച്ചപ്പം പറഞ്ഞു നീ എല്ലും തോൽവ, എന്തൊരു ഭംഗി കേട്ടാ നിന്നെ കാണാൻ, കാശിന് കൊള്ളില്ല.